കോക്രോച്ചുകൾ ഇങ്ങ് കേരളത്തിലും ഹിറ്റാണ്. പാറ്റകളുടെ പാർട്ടിയെ പിന്തുണച്ച് യുവജന സംഘടനാ നേതാക്കൾ രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുകയാണ് കോക്രോച്ചുകളെന്നും മുന്നേറ്റത്തെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കണമെന്നും നേതാക്കൾ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ റെക്കോർഡ് ഫോളോവേഴ്സിനെ നേടി രാജ്യത്തെമ്പാടും കോളിളക്കം സൃഷ്ടിച്ച പാറ്റകളുടെ പാർട്ടി ഇങ്ങ് കേരളത്തിലും തരംഗമാവുകയാണ്. CJPയെ പിന്തുണച്ച് യുവജന സംഘടനാ നേതാക്കൾ രംഗത്തെത്തി. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് അത്തരം മൂവ്മെന്റുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും അതുവഴി സർക്കാരിനെതിരെയുള്ള ഒരു ജനകീയ സമരത്തിന് രൂപമായി മാറ്റവും വേണം എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. ഇതുപോലത്തെ മൂവ്മെന്റുകൾ തീർച്ചയായിട്ടും ഉണ്ടായി വരണം. ആ നവീകരണത്തെ ഭയപ്പെട്ടുകൊണ്ട് അവരെ നിരോധിക്കാനോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിക്കാനോ ഒക്കെ പോകുന്നത് അബദ്ധമാണ്, ബാലിശമാണ്. അത് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ജാതീയമായി അധിക്ഷേപിക്കുക, ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. അതൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമില്ല. നിയമപരമായിട്ടുള്ള ഏത് അഭിപ്രായം പറഞ്ഞാലും, ഏത് വിയോജിപ്പ് രേഖപ്പെടുത്തിയാലും, ഏത് പ്രതിഷേധം രേഖപ്പെടുത്തിയാലും അതിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് അവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം തെറ്റാണ്. ഇതിനോടകം രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയും പിന്തള്ളി 2.07 കോടി ഫോളോവേഴ്സിലേക്ക് കോക്രോച്ച് പാർട്ടി കേവലം 5 ദിവസങ്ങൾ കൊണ്ട് എത്തിക്കഴിഞ്ഞു. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൂടി ആവശ്യപ്പെട്ടതോടെ കളി കാര്യമായിരിക്കുകയാണ്. ഒടുവിൽ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് വധഭീഷണി സന്ദേശവും എത്തിയിരിക്കുന്നു. യൂട്യൂബർ ധ്രുവ് റാഠി, സംവിധായകൻ അനുരാഗ് കശ്യപ്, ഗുസ്തി താരം സാക്ഷി മാലിക് തുടങ്ങിയവർ ഇതിനോടകം തന്നെ കോക്രോച്ചുകളെ പിന്തുണച്ചു രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.